ഗൈസ് ഗീവ് അവേ ഒരുപാട് ചോദിക്കുന്നുണ്ട്, ഗീവ് അവേ വേണം ഗൈസ്. ഒരു കിടില ഗീവ് അവേ ആയിട്ട് പറഞ്ഞത്, ഒരു കിടില സാധനമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും ഉപകാരപ്പെടുന്ന സാധനം. ഇത് വന്നിട്ട് ഒരു ഓക്സിജൻ ട്രാൻസെൻട്രേറ്റർ ആണ് സാധനം. ഇത് വന്നിട്ട് ആമസോണിൽ 25,000 രൂപ വില ഉണ്ട്. ഇത് ഗീവ് അവേ എന്ന് പറഞ്ഞാൽ ഗീവ് അവേ തന്നെയാണ് അല്ലേ. നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളത് ഗീവ് അവേ തന്നെയാണ്. ഇത് പൈസയ്ക്കോ അങ്ങനെയൊന്നുമല്ല. ഇതെങ്ങനെയാണ് സംഭവം പറ. സത്യം പറഞ്ഞ ഒരാള് നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ തന്നെയാണ് നമുക്ക് തന്നത്. അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആരെങ്കിലും തീരെ നിവർത്തിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കിത് കൊടുക്കാം. നമ്മളെ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഒരു ബുദ്ധിമുട്ടോടെ തന്നെ ഇങ്ങോട്ട് വരും നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു സന്തോഷമാണ്. അത് നേരിട്ട് കണ്ട ഒരാൾ ഈ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാം. നമ്മുടെ സബ്സ്ക്രൈബറിൽ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മളെ വിളിച്ച് അറിയിക്കുക. അവർക്കിത് തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ കൊണ്ടുതരാം കേട്ടോ, കൊണ്ടുതരും. പക്ഷെ കുറച്ച് ലോങ്ങൊക്കെ ആണെങ്കിൽ നേരിട്ടൊന്നും എടുക്കുക, അല്ലെങ്കിൽ കൊറിയർ ചെയ്ത് തരും. ഒരു വിഷമം വേണ്ട, തികച്ചും ഫ്രീ ആയിട്ട് ഗീവായിട്ട് നിങ്ങൾക്ക് അങ്ങ് തരികയാണ് സാധനം. ഓക്കെ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. സാധനം പുതിയ യൂസ്ഡ് ആണ് കേട്ടോ. ഇതും യൂസ്ഡ് തന്നെയാണ്, പക്ഷെ പുതിയ സാധനമാണ് കേട്ടോ. 25,000 രൂപയൊക്കെ കട്ടയ്ക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് പോകും. സത്യം പറഞ്ഞാൽ ഇത് ഓർഡർ ചെയ്ത് ഒരു ആൾക്ക് വേണമെന്ന് ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ രോഗിയെ കൊണ്ട് എത്തിക്കണമെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിച്ച് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം ആൾ മരിച്ചു. ആലോചിക്കുന്നത്. അപ്പോൾ ഇത് വളരെ അത്യാവശ്യം സാധനമാണെന്ന് നമുക്ക് തോന്നിയതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് വീഡിയോ വന്നിരിക്കുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം, നമുക്കിത് കൊടുക്കാം. നമുക്കിവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ അടുത്ത ആൾ കൊടുക്കുക അല്ലേ. നമ്മളിത് ഒരിടത്ത് വെച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ കൈമാറി പോട്ടെ. ഇപ്പം ഇത് നമ്മളെടുത്ത് വന്നിരിക്കുകയാണ്, നമുക്കിതുകൊണ്ട് യൂസ് ഒന്നുമില്ല. അപ്പം നിങ്ങൾ അടുത്ത ആൾക്ക് കൊടുക്കും. നിങ്ങൾ ആവശ്യം കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് കൊടുക്കുക. അങ്ങനെ കൈമാറി പോട്ടെ. നമുക്ക് ആരുടെയും സ്വന്തം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എടുക്കുന്ന കാര്യമായിരുന്നാലും. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ നല്ലൊരു സബ്സ്ക്രൈബർ നമുക്ക് തന്നൊരു സാധനമാണ്. നമ്മൾ അറിയാം ഇവിടെ രോഗികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്, നമ്മളെ കാണാൻ വേണ്ടിയിട്ടും ചെറിയ എമൗണ്ടിന് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് തന്ന സാധനമാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യും.